കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് ബ്ലാങ്കറ്റ് ഡിനയൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതായത് ഒരു ഭാര്യ ഭർത്താവിനെതിരെ കൊടുക്കുന്ന വ്യാജ സ്വർണ്ണ പരാതി, വ്യാജ സാമ്പത്തിക പരാതി, വ്യാജ പ്രോപ്പർട്ടി പരാതി, ഇതൊക്കെ വ്യാജമായിട്ട് പോലും ഈ ഭർത്താക്കന്മാർ ആ കേസിൽ തോറ്റു പോകാനായിട്ടുള്ള കാരണം എന്താണ്? അതായത് ഭാര്യ പ്രത്യേകിച്ച് ഒരു തെളിവ് പോലും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഭർത്താക്കന്മാർക്ക് പ്രതികൂലമായി കോടതി വിധി വരാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ ബ്ലാങ്കറ്റ് ഡിനയൽ എന്ന് പറയുന്നത്. അപ്പോൾ വ്യാജ പരാതിയിൽ പെട്ടു നിൽക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും ഈ ഒരു ഐഡിയ ഒന്നും മനസ്സിലാക്കാം. അതായത് ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം, അപ്പം നമുക്ക് കാര്യം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് തിയറി പറയാം. അതായത് ഭാര്യ കോടതിയിൽ പോയി ഒരു പരാതി പറയുകയാണ്, എനിക്ക് വിവാഹ സമയത്ത് 50 പവൻ സ്വർണ്ണാഭരണങ്ങൾ വിവാഹ സമ്മാനമായി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ 50 പവൻ സ്വർണ്ണാഭരണങ്ങളും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഒരു പരാതി സ്വർണ്ണ കേസിൽ കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. ഈ പരാതി കൊടുത്താലും ഈ പരാതിയിൽ ഭാര്യ സ്വർണം വാങ്ങിയതിൻ്റെ ബില്ലോ അല്ലെങ്കിൽ GST ബില്ലുകളോ ഇൻവോയ്സ് ബില്ലുകളോ അങ്ങനെ ഒരു സാധനവും ഭാര്യ കോടതിയിൽ ഹാജരാക്കിയിട്ടുമില്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നൊരു മറുപടി കോടതിയിൽ ഫയൽ ചെയ്യണം. ആ മറുപടിയിൽ നമുക്ക് എന്താ പറയുക, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുക. ആ മറുപടിയിൽ ഭർത്താവ് എന്ത് പറഞ്ഞു? ഭാര്യ എൻ്റെ വീട്ടിലേക്ക് ഒരു സ്വർണവും കൊണ്ടുവന്നിട്ടില്ല, അതിനാൽ തിരികെ നൽകുവാനായിട്ട് ഞാൻ ബാധ്യസ്ഥനല്ല എന്ന് ഭർത്താവ് പറഞ്ഞു. ക്ലിയർ ആയില്ലേ? പക്ഷേ ക്രോസ് എക്സാമിനേഷന് മുമ്പുള്ള ഒരു ചീഫ് ഇൻ എക്സാമിനേഷൻ എന്നുള്ളൊരു പോയിന്റ് വന്നപ്പോൾ ഭാര്യ ഒന്ന് ട്രാക്ക് മാറ്റി പിടിച്ചു. അതായത് എനിക്ക് കിട്ടിയ സ്വർണ്ണാഭരണങ്ങളിലെ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ബാക്കി 20 പവൻ സ്വർണ്ണാഭരണങ്ങളെ എൻ്റെ കൈവശമുള്ളൂ എന്ന് ഭാര്യ ചീഫ് ഇൻ എക്സാമിനേഷനിൽ പറഞ്ഞു. ക്രോസ് എക്സാമിനേഷൻ വന്നപ്പോൾ ഭർത്താവിനോട് ഈ കാര്യം കോടതി ചോദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവിന് ഇപ്പോൾ സന്തോഷമായില്ല. കാരണം മൊത്തം സ്വർണത്തിലെ കുറച്ച് പവൻ ഭാര്യ കൊണ്ടുപോയി എന്ന് പറഞ്ഞതുകൊണ്ട് മുഴുവൻ കൊടുക്കണ്ട എന്ന ഒരു ട്രാപ്പിൽ ഭർത്താവ് വീഴുകയും, ഭർത്താവ് എന്ത് പറഞ്ഞു? അവിടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അറിയാം എന്നുള്ളൊരു മൊഴി പറയുകയും ആ മൊഴി അവിടെ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കിയാൽ, ആദ്യത്തെ കണ്ടീഷനിൽ ഭർത്താവ് പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് ഒരു സ്വർണ്ണാഭരണങ്ങളും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. ക്രോസ് എക്സാമിനേഷൻ വന്നപ്പോൾ ഭർത്താവ് എന്ത് പറഞ്ഞു? ഈ സ്വർണ്ണാഭരണങ്ങൾ ഭാര്യ പറഞ്ഞ കാര്യം തന്നെ ഭർത്താവ് സമ്മതിക്കുകയാണ്. കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഭാര്യ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതായി എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പോയിന്റ് അപ്പം എന്താണ്? ഭാര്യ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഭർത്താവ് ഇവിടെ കോടതിയിൽ സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കോടതിക്ക് എന്ത് മനസ്സിലായി? ആദ്യം നിഷേധിച്ച ആള് രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഭാര്യ കൊണ്ടുപോയത് കണ്ടു എന്ന് മൊഴി പറയുമ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും തമ്മിലും എന്തായിട്ട് മാറി? കോൺട്രഡിക്ഷനായി. അതായത് ഭാര്യ വീട്ടിലേക്ക് സ്വർണം കൊണ്ടുവന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഭാര്യ വീട്ടിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാർ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകും എന്നുള്ള മറ്റൊരു അസംഷനിലേക്കും എത്തിച്ചേരുന്നു, കോടതിക്ക് എത്തിച്ചേരാനായിട്ട് പറ്റി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഭർത്താവ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഭാര്യ പറഞ്ഞ മൊഴി പ്രകാരമുള്ള സ്വർണ്ണാഭരണങ്ങൾ തിരിച്ച് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, ഇന്നത്തെ വിലയനുസരിച്ചിട്ട്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഭാര്യയ്ക്ക് തെളിവുകളോ അല്ലെങ്കിൽ ബില്ലോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ ഒരു മിസ്റ്റേക്ക് കാരണം കൊണ്ട് സ്വർണം കൊടുക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരികയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മെയിനായിട്ടും കോടതി ഉപയോഗിക്കുന്നുള്ള 3 ഭാരതീയ സാക്ഷ്യ അധീനിയം BSA 2023 3 സെക്ഷൻസ് എന്ന് പറയുന്നത് BSA അണ്ടർ സെക്ഷൻ 2 ക്ലോസ് 1 സബ് ക്ലോസ് Jയും
അപ്രൂവ്ഡ് എന്നുള്ള കോൺസെപ്റ്റ്, BSA സെക്ഷൻ 53 അഡ്മിഷൻ എന്നുള്ള പോയിന്റ്, BSA സെക്ഷൻ 15 മുതൽ 25 വരെ റെലവൻസി ഓഫ് അഡ്മിഷൻ അല്ലെങ്കിൽ കൺഫഷൻ എന്ന് പറയുന്ന ഈ 3 പോയിന്റുകളും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്നോളജി. പ്ലസ് നമുക്കറിയാം സിവിൽ കേസുകളിൽ ഫാമിലി കോടതി ഉപയോഗിക്കുന്ന ഡോക്ട്രൈൻ ഓഫ് പ്രീപോണ്ടറൻസ് ഓഫ് എവിഡൻസ് എന്നുള്ള കണ്ടീഷനും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോടതി ഉപയോഗിക്കുന്നുണ്ട്. ഈ കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് തെളിവുകൾ ഒന്നുമില്ലെങ്കിൽ പോലും ഭാര്യ പറയുന്ന മൊഴീനെ കോടതി മുഖവിലക്കെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറ്റക്കാരൻ ആരാണ്? ഭർത്താവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ കോടതിയിലേക്ക് ഒരു ക്രോസ് എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് മുതലേ എന്തൊക്കെയാണ് കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ പറഞ്ഞ പോയിന്റ് പിന്നീട് ഒരു കാരണവശാലും ബാക്കി വരുന്ന മറ്റുള്ള സ്ഥലങ്ങളിൽ ഒന്നും തന്നെ മാറ്റി പറയാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ വീട്ടിലേക്ക് സ്വർണം കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഭാവിയിൽ മാറ്റാനായിട്ട് പാടില്ല. അതിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുവാനായിട്ട് ഭാര്യയും ഭാര്യയുടെ നിൽക്കുന്ന കൗൺസിലറും പല രീതിയിലും ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിലൊന്നും വീഴാതെ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഉറച്ചു നിൽക്കുക. പലപ്പോഴും നിങ്ങൾ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള നമ്പർ ഇറക്കിയാലും അത് നിങ്ങൾ മുഖവിലക്കെടുക്കാനായിട്ട് പാടില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ അത് ബ്ലാങ്കറ്റ് ഡിനയൽ എന്ന് പറയുന്ന കണ്ടീഷൻ പ്രകാരം നിങ്ങൾക്ക് തന്നെ പ്രതികൂലമായിട്ട് മാറും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് കേരള നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു കേസിൻ്റെ വിധിയാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്.